അനുഗ്രഹീതമായ പകൽ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ പകൽക്കാലം കർത്തൃ സന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്ന എല്ലാം അനുഗ്രഹീതരായ ദൈവമക്കൾ, വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയിൽ ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹീതദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ അടൂര്, ഹല്ലേലൂയ, ജോബിൻ പാസ്റ്റർ, മറ്റെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ബലമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. 2 ദിവസം ഉപവാസത്തിലായിരുന്നു. ഏറെയുള്ളവരും ഏറെ പേരും ഉപവാസത്തിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ ശാരീരികമായ ക്ലേശത്തിൽ ഒരു പക്ഷേ ഭാഗികമായിട്ടായിരിക്കും ഉപവാസത്തിൽ. എന്തായിരുന്നാലും ദൈവകൃപയിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട്, ഹല്ലേലൂയ, ആത്മാവിനെ തപിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇന്ന് പകൽക്കാലവുമായിരിക്കാം. കഴിഞ്ഞ ദിനവും കഴിഞ്ഞതിൻ്റെ മുൻ ദിനവുമൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ചു. മാറ്റമില്ലാത്ത വചനവും ആലോചനയും ഒക്കെ ദൈവം നമുക്ക് തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വർഗീയ മന്ന കൊണ്ട് ദൈവം നമ്മെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ദൈവം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുവാനിടയാകും. നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദേശത്ത് വിടുതലുകൾ നടക്കണം. ദേശത്തെ ദൈവം സന്ദർശിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ ദൈവം വചനം അയച്ച് വിടുതലുകൾ അയക്കണം. നമ്മുടെ രോഗികളെ ദൈവം സൗഖ്യമാക്കുവാനിടയാകണം. ഹല്ലേലൂയ. വിവിധ ഭാരങ്ങളോടെ കടന്നു വന്നവർ ദൈവസന്നിധിയിലാണ് ആശ്വാസമുള്ളത്. ഈ ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസവും വിടുതലും പ്രാപിപ്പാനിടയാകണം. അങ്ങനെയെങ്കിൽ ഈ ദിനങ്ങളിലെ ഉപവാസം എല്ലാവർക്കും ആ നിലയിൽ അനുഗ്രഹത്തിന് കാരണമാകുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നിശ്ചയമായും ഇന്ന് പകൽക്കാലവും ദൈവം നമ്മോട് സംസാരിക്കും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ. എൻ്റെ അവസ്ഥ അവിടുന്ന് അറിയുന്നു. ആരറിയുന്നതിലും ഉപരി ആഴങ്ങളിൽ എന്നെ അറിയുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലമുണ്ട്. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൈവം, ഉൾപ്പുകളെ അറിയുന്ന ദൈവം, നമ്മുടെ ഉഴൽച്ചകളെ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്തൃ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പേര് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈജു ഡാനിയൽ അടൂരാണ് തൻ്റെ സ്വന്തം ദേശം. അപ്പോൾ തന്നെ താൻ PMG സഭയുടെ അബുദാബി പ്രൈസ് ദി ലോർഡ് സഭയുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽക്കാലം ഇവിടെ ശുശ്രൂഷയ്ക്കായി ലഭിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്തൃപ്രത്യനെ തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധാനത്തിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ സ്ഥലം സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TM കോശി അവർകൾ, ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തന്നോടൊപ്പമായിരിക്കുന്ന പ്രിയ ജോബിൻ പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, സദസ്സിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ സ്വദേശം അടൂരാണ്. എന്നാൽ ചില നാളുകളായി ഞാനിപ്പോൾ അബുദാബിയിലായിരിക്കുന്നു. അവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു സത്യാർത്ഥി, കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന PMG സഭയിൽ അവിടെ ദേവദാസനോട് ഒരുമിച്ച് ശുശ്രൂഷകളിലായിരിക്കുന്നു. അവിടെ വെച്ച് പ്രിയ ജോബിൻ പാസ്റ്ററെ പരിചയപ്പെടുവാനും അന്നു മുതൽ ദൈവസ്നേഹത്തിലായിരിക്കാനും കർത്താവ് അവസരവും ഭാഗ്യവും നൽകി തന്നിട്ടുണ്ട്. എല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തിൽ നമ്മൾ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ വളരെ പ്രതീക്ഷയോടും ആവലോടും കൂടെ ദൈവപാദപീഠത്തിൽ വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് ഈ പകലിൽ ഹൃദ്യമായി സംസാരിക്കും. സ്തോത്രം. കൊണ്ടുവരുന്ന ദൂത് ആമേൻ തിരിക്കാൻ കടന്നു വരുന്ന ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. സ്തോത്രം. ആമേൻ. ഒരുക്കിക്കൊണ്ടുവരുന്ന സന്ദേശത്തെ പോലും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആമേൻ ദൈവത്തോടുള്ള ചോദ്യങ്ങളും ആമേൻ തിരിക്കും. അതുകൊണ്ട് ഈ പകലിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ദൈവാത്മാവ് ഈ പകലിൽ നമ്മോട് സംസാരിക്കും. ആമേൻ. തികഞ്ഞ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാം.
നമുക്കറിയാം, ആമേൻ, ഈ സ്തോത്രം, നമ്മള് ഭാഗ്യമുള്ളവരാണ് ദൈവത്തിന്റെ വചനം ധാരാളം കേൾക്കാൻ. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, ആമേൻ, ദൈവവചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കാതെ സ്തോത്രം ഈ ലോകത്തിന്റെ പുറത്ത് ജീവിക്കുന്ന ആളുകളെക്കാൾ കർത്താവിന്റെ വചനം കേട്ട നാം കേട്ട വചനത്തിനനുസരിച്ച് ദൈവത്തോട് കണക്ക് കൊടുക്കണം. കേൾക്കാൻ സുഖമാണ്, പക്ഷേ കേൾക്കുന്ന ഈ വചനത്തിനനുസരിച്ച് ദൈവസന്നിധാനത്തിൽ ഈ വചനം കിളിർപ്പ് നടന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വചനത്തിന് കണക്ക് കൊടുക്കണം. എന്താ ഞാനിത് പറഞ്ഞതെന്നറിയാമോ? ആമേൻ, ആമേൻ. യേശുക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഉപമയുണ്ട്. നമുക്കറിയാം, വിതക്കാരന്റെ ഉപമ. ഹല്ലേലൂയ. വിതക്കാരന്റെ ഉപമ എന്ന തലക്കെട്ടിനേക്കാൾ ആ ഉപമയ്ക്ക് തലക്കെട്ട് ചേരുന്നത് 4 തരം മണ്ണുകളുടെ ഉപമ എന്നായിരിക്കും. കാരണം സ്തോത്രം, നിങ്ങൾ ആ ഉപമ പരിശോധിച്ചാൽ എല്ലായിടത്തും വിതച്ച വിത്തൊന്നാണ്, എല്ലായിടത്തും വിതച്ച വിതക്കാരനും ഒന്നാണ്. പക്ഷേ ഫലം വന്നപ്പോൾ 4 ഇടങ്ങളിൽ നിന്ന് 4 ഫലമാണ് വന്നത്. എന്താ ഇതിന്റെ വിഷയം? വിതച്ച വിത്തിന്റെ പ്രശ്നമല്ല, ഒരേ സഞ്ചിയിലെ വിത്ത. വിതച്ച വിതക്കാരന്റെയും പ്രശ്നമല്ല. ആമേൻ. എല്ലായിടത്തും വിതച്ചത് ഒരാൾ തന്നെയാ. പക്ഷേ ഫലം വന്നപ്പോ വ്യത്യാസം വന്നതിന്റെ കാര്യം സ്വീകരിച്ച നിലത്തിനനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വന്നു. ഈ പകലിൽ പ്രിയരെ, ആമേൻ, ഇവിടെ ആര് വിതച്ചാലും വിതയ്ക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. പക്ഷേ ഈ പകലിൽ ആമേൻ, നിങ്ങൾ സ്വീകരിക്കുന്ന ദൈവവചനം എങ്ങനെ കിളിർപ്പിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. സ്തോത്രം. ഈ വചനത്തെ ഞെരുക്കിക്കളയണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഈ വചനത്തെ വേരില്ലാതെ ഉണക്കിക്കളയണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഈ വചനത്തെ പറവകൾക്ക് വിട്ടുകൊടുക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഇതിനിടയിൽ ഒരു നിലം തീരുമാനിച്ചു, ഞാനിതിനെ 30, 60, 100 മേനിയായി വിളയിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകലിൽ കർത്താവിന്റെ വചനം നിങ്ങൾ സ്വീകരിക്കുന്നതിന് ആനുപാതികമായി, നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നതിന് ആനുപാതികമായി ഫലത്തിൽ വ്യത്യാസം വരുമെങ്കിൽ, ഞാൻ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, ദൈവവചനത്തെ വിശ്വാസത്തോടും ഈ പകലിൽ എന്റെ ജീവിതത്തിൽ അസാധാരണമായ കിളിർപ്പുകളിലേക്ക് ഈ വചനം എന്നെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ആയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിന് കരുത്തുണ്ടെന്ന് ഈ പകലിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ നിങ്ങളുടെ മേലെ കിറവടുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾക്ക്, നിങ്ങളുടെ വേദനകൾക്ക് ഉത്തരമായി കർത്താവിന്റെ വചനം ഈ പകലിൽ ഇടപെടും. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഈ വിത്തിന് ആമേൻ സ്വീകരിച്ച നിലം ആർക്ക് കണക്ക് കൊടുക്കണം? ഈ വിത്തിന്റെ ഉടമസ്ഥന് കണക്ക് കൊടുക്കണം. കാരണം ആമേൻ, ഈ വിത്തിന് യജമാനൻ മുടക്കിയ ഒരു വിലയുണ്ട്. ഈ വിത്തിന് യജമാനൻ സമയം ചിലവഴിച്ചു. ഈ വിത്തിന് യജമാനൻ പണം ചിലവഴിച്ചു. ഈ വിത്തിന് യജമാനൻ വെള്ളവും വളവും ചിലവഴിച്ചു. എന്നിട്ട് നീ വിത്തിനെ സ്വീകരിച്ചിട്ട് ഞെരുക്കിക്കളഞ്ഞാൽ, പറവകൾക്ക് വിട്ടുകൊടുത്താൽ, മുള്ളിനിടയിൽ ഞെരുക്കിക്കളഞ്ഞാൽ, സ്വീകരിക്കുന്ന വചനത്തിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആമേൻ, ഈ പാറസ്ഥലത്ത് വീണ വിത്തും കൂടെ നല്ല നിലത്ത് വീണിരുന്നെങ്കിലോ, പ്രൈസ് ദി ലോർഡ്, മുള്ളിനിടയിൽ വീണ വിത്തും കൂടെ നല്ല നിലത്ത് വീണിരുന്നെങ്കിലോ യജമാനൻ എത്ര ഗുണം വരുമായിരുന്നു. പക്ഷേ നീ സ്വീകരിക്കുകയും ചെയ്തു. കിളിർപ്പിച്ചില്ലെങ്കിൽ ഈ വചനത്തിന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് ദൈവാത്മാവിൽ പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കേൾക്കുന്ന വചനത്തെ പരിശുദ്ധാത്മാവിന് കിളിർപ്പിക്കാൻ പാകത്തിൽ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കണം. ഞാൻ ഈ പകലിൽ പറയാം, ആമേൻ, കർത്താവിന്റെ വചനത്തോളം കരുത്തുറ്റ രണ്ടാമതൊന്നില്ല. ദൈവത്തിന്റെ വചനത്തോളം കരുത്തുറ്റ രണ്ടാമതൊന്നില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന അതേ നിമിഷത്തിൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക്
ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിന് ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. നിങ്ങളുടെ രോഗങ്ങൾക്ക് ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്ന ദൈവജനം അധരങ്ങൾ തുറന്ന് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഒരിക്കലൊരു അപ്പൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് മകന്റെ സൗഖ്യം സംബന്ധിച്ച ഒരു അപേക്ഷ യേശുവിന് കൊടുത്തു. അവൻ കൊടുത്ത സമയം വൈകിട്ട് 7 മണിക്ക്. ഈ മനുഷ്യനോട് യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ പോയിക്കൊള്ളുക, നിങ്ങളുടെ മകൻ സൗഖ്യമായിരിക്കുന്നു. ഈ മനുഷ്യൻ യാത്ര ചെയ്ത് ദീർഘമൈലുകൾ യാത്ര ചെയ്ത് അടുത്ത ദിവസം വീട്ടിലെത്തിയപ്പോ ദാസന്മാർ ഓടി വന്ന് ആമേൻ ഈ അപ്പന്റെ അടുക്കൽ പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ അപ്പൻ യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ല. എന്താ ആമേൻ, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഹല്ലേലൂയ എന്ന് പറയണ്ടേ, സ്തോത്രം എന്ന് പറയണ്ടേ? ഒരു പ്രതികരണവും ഇല്ലാത്തത് എന്താ? ഈ അപ്പൻ പറയും, യേശു പറഞ്ഞാൽ സൗഖ്യം ഉറപ്പാ. പക്ഷേ ഈ മനുഷ്യൻ തിരിച്ച് ദാസന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജീവിച്ചിരിക്കുന്നു എന്നല്ല, ഏതു നാഴികക്കാണ് സൗഖ്യം നടന്നത്? എന്താ അങ്ങനെ ഒരു ചോദ്യം? അവൻ ഈ മനുഷ്യൻ അറിയേണ്ടത് സൗഖ്യമായോ എന്നല്ല, ഈ മനുഷ്യൻ അറിയേണ്ടത് വചനത്തിന്റെ വേഗതയാണ്. വചനത്തിന്റെ വേഗതയാണ്. ആമേൻ. ദാസന്മാര് പറഞ്ഞു, ഇന്നലെ 6:59 കഴിഞ്ഞപ്പോ കട്ടിലിൽ കിടന്ന മകന്റെ ശരീരത്തിൽ ഒരു ചലനം. ഹല്ലേലൂയ. കണ്ണുകൾ തുറക്കുന്നു, കാലുകൾ ചലിക്കുന്നു. കൃത്യം 7 മണിയായപ്പോ ഈ മകൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നു. സ്തോത്രം. എന്താ ഈ 7 മണിയുടെ പ്രത്യേകത? യേശു നിന്റെ മകൻ സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ സമയത്ത് മൈലുകൾക്കപ്പുറത്ത് വചനം വേഗത്തിലോടി അതിന്റെ പ്രവൃത്തി ചെയ്തെങ്കിൽ വചനം വേഗത്തിലോടുകയാ. നിന്റെ തലമുറയുടെ വിഷയത്തിലേക്ക് ഈ വചനം വേഗത്തിലോടുകയാ. നിന്റെ രോഗമിരിക്കുന്ന ഇടത്തേക്ക് ഈ വചനം വേഗത്തിലോടുകയാ. നിന്റെ പ്രതിസന്ധിയുടെ ഇടത്തേക്ക് ഈ വചനം വേഗത്തിൽ ഈ പകലിൽ സഞ്ചരിക്കുന്നു. ഞാൻ പറയാം പ്രിയരെ, എല്ലായിടത്തുമൊന്നും എനിക്കും നിങ്ങൾക്കും പ്രശ്നം പരിഹരിക്കാൻ ചെല്ലാൻ പറ്റില്ല. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തായിരിക്കും നിങ്ങളുടെ പ്രശ്നം ഇരിക്കുന്നത്. ആമേൻ. നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്തായിരിക്കും നിന്റെ തലമുറയുടെ ക്ലേശം ഇരിക്കുന്നത്. ഞാൻ ഈ പകലിൽ ആത്മാവിൽ പറയാം, നിനക്ക് ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന അസാധാരണ ശക്തി ദൈവത്തിന്റെ വചനത്തിനുണ്ട്. വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ അല്പസമയം വചനത്തിന്റെ ശക്തി ഈ പകലിൽ വ്യാപരിക്കുന്നു. ദൈവവചനത്തിന്റെ വ്യാപനത്തെ തടയുന്ന എല്ലാ ഇരുളിന്റെ അധികാരങ്ങളെയും ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ച് അതിനെ ആത്മാവിൽ വെട്ടിക്കളയുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നിനും ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല, പക്ഷേ ഒരു കാര്യത്തിന് ഗ്യാരണ്ടി തരാം. ഈ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ വചനം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു തിരുവചന ഭാഗം ധ്യാനത്തിനായിട്ട് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 26-ന്റെ-22. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. യഹോവ നമുക്ക്
ഇപ്പോൾ ഒരിടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. യഹോവ നമുക്ക് ഒരിടമുണ്ടാക്കി എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. ആത്മാവിൽ ഒന്ന് അധരം തുറന്നു പറ, ഞാൻ ഈ പകലിൽ ചിലതിന് രഹബോത്ത് എന്ന് പേരിടാൻ പോകുക. വിശ്വാസത്തോടെ വിളിച്ചു പറ, ഇടമില്ലാത്ത ഇടത്ത് ദൈവം ഒരുക്കുന്ന ഇടത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ചിലതിനെ ഈ പകലിൽ വിളിക്കും രഹബോത്ത്, രഹബോത്ത്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, കർത്താവിന്റെ ശബ്ദം കേട്ട് മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ ഊമവിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവയെ തലച്ചുവടായി കൊണ്ടു നടന്ന് കച്ചവടം ചെയ്ത് ഉപജീവനം കഴിച്ചു വന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും താൻ ചുമക്കുന്ന നിർജീവ ദൈവങ്ങൾക്ക് മുകളിൽ പ്രാർത്ഥന കേൾക്കുന്ന, യാചനകൾ കേൾക്കുന്ന, കണ്ണുനീര് കാണാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള തേജോമയനായ ദൈവത്തിന്റെ പ്രത്യക്ഷത കേട്ടും കണ്ടും ഇറങ്ങിയ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ആര്? അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ ചില കിണറുകൾ കുഴിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കറിയാം, കിണറുകൾ എന്ന് പറയുന്നത് ദൈവിക ഉടമ്പടിയുടെ നിഴലാണ്. കിണറുകൾ എന്ന് പറയുന്നത് ദൈവിക അവകാശങ്ങളുടെ നിഴലാണ്. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദൈവിക അവകാശങ്ങളുടെ നിഴലാണ് എന്ത്? കിണർ എന്ന് പറയുന്നത്. പക്ഷേ അബ്രഹാമിന്റെ ജീവകാലത്ത് അബ്രഹാം ചില കിണറുകൾ കുഴിച്ചു. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് അബ്രഹാമിന്റെ ശേഷം ഇസഹാക്കിന്റെ കാലമെത്തിയപ്പോ ഫെലിസ്ത്യർ എന്ത് ചെയ്തു? ഈ കിണറുകൾ മുഴുവൻ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. സ്തോത്രം. എന്നാൽ എപ്പോഴാണ് ഫെലിസ്ത്യർ ഈ കിണറുകൾ മണ്ണിട്ട് മൂടിയത്? എപ്പോഴാ മൂടിയത്? നമുക്ക് അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. 26:18. തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തന്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇട്ടു. അവിടെ ഒരു പ്രയോഗം നിങ്ങൾ കണ്ടോ? അബ്രഹാം മരിച്ച ശേഷം. ഈ പദമാണ് ആമേൻ അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ എന്ത് ചെയ്തു? മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഫെലിസ്ത്യർ കയ്യിൽ മണ്ണും പിടിച്ച് കാലങ്ങളായി കാത്തു നിന്നത് എന്തിനായിരുന്നു? അബ്രഹാമിന്റെ ജീവൻ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് മോശെ ആത്മാവിൽ ആ പദം എഴുതിയപ്പോ ഇങ്ങനെ എഴുതിയത് അബ്രഹാം മരിച്ച ശേഷം. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ ജീവൻ ആരെ ഭയപ്പെടുത്തി? അബ്രഹാമിൽ വ്യാപരിക്കുന്ന ജീവൻ ആരെ ഭയപ്പെടുത്തി? ഫെലിസ്ത്യരെ ഭയപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. കാലങ്ങളായി ഫെലിസ്ത്യർ കാത്തിരിക്കുന്നത് എന്തിനായിരുന്നു? എന്നാണ് ഈ മനുഷ്യന്റെ ജീവൻ പോകുന്നത്, എന്നാ ഈ മനുഷ്യൻ മരിക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ കാത്ത് അബ്രഹാമിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് വേണ്ടി ആര് കാത്തിരുന്നു? ഫെലിസ്ത്യർ കാത്തിരുന്നു. അബ്രഹാം മരിച്ച ശേഷം. അങ്ങനെയെങ്കിൽ എന്താ ഈ ഫെലിസ്ത്യരെ നിങ്ങൾ മണ്ണിട്ട് മൂടിക്കളയാൻ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടും നിങ്ങൾക്കതിന് കഴിയാതിരുന്നതിന്റെ കാരണം എന്താ? ആമേൻ. ഫെലിസ്ത്യർ പറയും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? അബ്രഹാമിൽ ഒരു ജീവൻ. അർത്ഥജാരവർദ്ധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവൻ ആരെ ഭയപ്പെടുത്തി? ഫെലിസ്ത്യ മണ്ഡലങ്ങളെ ഭയപ്പെടുത്തി. ആമേൻ. 175 വയസ്സ് മാത്രം ജീവിച്ച് മക്പേലയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊണ്ട ഒരു നിസാരനായ മനുഷ്യന്റെ മേൽ വ്യാപരിച്ചിരുന്ന ഒരു ജീവനെ ഫെലിസ്ത്യ മണ്ഡലങ്ങൾ ഭയപ്പെട്ടു മാറി നിന്നെങ്കിൽ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത് അബ്രഹാമിന്റെ ജീവനല്ല. എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത് അരിമത്യക്കാരന്റെ
കല്ലറകളെ പൊട്ടിച്ച യേശു ക്രിസ്തുവിന്റെ ആത്മാവിൽ അല്പസമയം ആരാധിച്ചോ. നിന്റെ ജീവനെ ചിലത് ഭയപ്പെടുന്നുണ്ട്. നിന്റെ ജീവനെ ചിലത് ഭയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. 175 കൊല്ലങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച് മക്പേലയുടെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ഒരു ശ്വാസം നിലച്ചാൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ജീവനെ ഫെലിസ്ത്യ മണ്ഡലങ്ങൾ ഭയപ്പെട്ടെങ്കിൽ ആമേൻ, പലതും മണ്ണിട്ട് മൂടിക്കളയാൻ നിന്റെ കൂടാരത്തിനകത്തേക്കും നിന്റെ ശരീരത്തിനകത്തേക്കും ദൈവസഭയ്ക്കകത്തേക്കും കടന്നു കയറാൻ വന്നപ്പോ അവയെ അകറ്റി നിർത്തിയത് നിന്റെ മേൽ വ്യാപരിച്ചിരുന്ന യേശുവിന്റെ ജീവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി പറ. എന്റെ മേൽ വ്യാപരിക്കുന്നത് അബ്രഹാമിന്റെ ജീവനല്ല. സ്തോത്രം. പ്രിയരെ, എത്രയോ പ്രാവശ്യം മണ്ണിട്ട് മൂടിക്കളയാൻ വന്നതാ. എത്രയോ പ്രാവശ്യം നിന്റെ അവകാശങ്ങളെ കവർന്നെടുത്ത് കളയാൻ വന്നതാ. എത്രയോ പ്രാവശ്യം നിന്നെ ഭൂമിയിൽ നിന്ന് ആമൻ മുടിച്ചു കളയാൻ വന്നതാ. പക്ഷേ അടുക്കാൻ പറ്റാത്ത നിലകളിൽ നിന്റെ മേൽ വ്യാപരിച്ച യേശു ക്രിസ്തുവിന്റെ ഒരു ജീവനുണ്ട്. രമാനധാര ജാലബന്ധര അർത്ഥജനഘടകരധരാദിയ ശാരജാലധാരവർദ്ധന പ്രഭാന. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. പ്രിയരെ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ ഉള്ളത് കൊണ്ടാണ് പലതും നമ്മെ വിട്ടുപോയത്. ആമേൻ. നിങ്ങളുടെ വീട്ടിൽ അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭർത്താവിന്റെ ശമ്പളമൊന്നുമല്ല നിങ്ങളുടെ കുടുംബത്തെ ചലിപ്പിച്ചത്. അതിനകത്ത് ആരോ ക്രിസ്തുവിന്റെ ജീവൻ അവൻ ശരീരത്തിൽ വഹിക്കുന്ന ഏതോ ഒരാളതിനകത്തുണ്ട്. അവരാണ് നിന്റെ കുടുംബത്തെ ചലിപ്പിച്ചത്, ദൈവസഭയെ ചലിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ജീവൻ ഫെലിസ്ത്യ മണ്ഡലങ്ങളെ ഭയപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ ജീവൻ മണ്ണിട്ട് മൂടിക്കളയാൻ വരുന്നതിനെ അകറ്റി നിർത്തും. ഹല്ലേലൂയ. അപ്പോ ആമേൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചാൽ നാം അറിയാതെ നമ്മിൽ നിന്ന് പലതും ഒഴിഞ്ഞു മാറിപ്പോകും. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചാൽ നാം അറിയാതെ പലതും നമ്മിൽ നിന്ന് അഴിഞ്ഞു മാറും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ജീവൻ അങ്ങനൊന്നും വ്യാപരിക്കത്തില്ല. നിങ്ങൾക്ക് സന്തോഷമോ ഫെലിസ്ത്യരെ ഓടിക്കാൻ ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷേ അങ്ങനെയൊന്നും യേശുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കത്തില്ല. അതിന് ചില കണ്ടീഷൻ ഉണ്ട്. എങ്ങനെയാ ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നത്? ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കുന്നതിനുള്ള ചില കണ്ടീഷനുകൾ വേറെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4:10. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. കണ്ടോ? കണ്ടീഷൻ നമ്പർ 1. എങ്ങനെ വ്യാപരിക്കും? യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു.
സ്തോത്രം. അപ്പൊ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിന്റെ മരണം വഹിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കുറയല്ലേ? യേശുവിന്റെ മരണം വഹിക്കണം. എന്താ ഈ യേശുവിന്റെ മരണം വഹിക്കുക എന്ന് പറഞ്ഞാൽ? യേശുവിന്റെ മരണം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും ഒരിക്കൽ കൂടെ ആമേൻ ഭാരമുള്ള മരക്കുരിശ് എടുത്തു കൊണ്ടുപോയി തലയിൽ മുൾക്കിരീടം വെച്ച് കൈകളിൽ ആണിയടിച്ച് കാൽവറിയിൽ ക്രൂശിക്കപ്പെടുക എന്നല്ല. യേശുവിന്റെ മരണം വഹിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയാം, യേശുവിന്റെ ജീവൻ നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശുവിന്റെ കഷ്ടം കൂടെ വഹിക്കണം. ഹല്ലേലൂയ. നമുക്കെല്ലാം യേശുവിന്റെ ജീവനോട് ഭയങ്കര താല്പര്യം. കാരണം ഫെലിസ്ത്യരെ ഓടിക്കാൻ കൊള്ളാം, മണ്ണിട്ട് മൂടിക്കളയാൻ വരുന്നതിനെ തുരത്താൻ കൊള്ളാം, ശത്രുക്കളെ പുറത്താക്കാൻ കൊള്ളാം. പക്ഷെ ഈ പകലിൽ ആത്മാവ് ചോദിക്കുന്നു, എന്റെ മരണത്തെ വഹിച്ചുകൊണ്ട് ജീവനെ വെളിപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ മരണം വഹിച്ചുകൊണ്ട് യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക. ഈ വെളിപ്പാട് കിട്ടിയോണ്ടാ പൗലോസൊക്കെ കാട്ടിലെ ആപത്തും കടലെ ആപത്തും കള്ള സഹോദരന്മാരുടെ ആപത്തും നഗ്നത, പട്ടിണി, ആപത്ത്, വാള് ഇതെല്ലാം അനുഭവിക്കുമ്പോ പിറുപിറുപ്പ് കൂടാതെ ഇവയിലെല്ലാം എന്റെ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാര്യം പൗലോസിനറിയാം. ഒരു വശത്ത് ഞാൻ മരണം വഹിക്കുമ്പോ മറുവശത്ത് എന്നിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ ജീവനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ തിബരിയാസിന്റെ കരയിൽ നിന്ന് യേശു ശിഷ്യന്മാരെ വിളിച്ചു, എന്നെ അനുഗമിപ്പീൻ. ഇത് കേട്ടുകൊണ്ട് കുറെ മുക്കുവരായ ചെറുപ്പക്കാർ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ശബരി മക്കളുടെ വീട്ടിൽ വിവരമെത്തി. ഇവര് പടകും വലയും എല്ലാം വിട്ട് ചാരുടെ പിന്നാലെ പോയി, യേശുവിന്റെ പിന്നാലെ പോയി. ഒരമ്മ ന്യായമായി മക്കളെ കുറിച്ചുള്ള ഒരു ആവശ്യം യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, കർത്താവേ, ഏതായാലും ഇവന്മാരെ ഇനി തിരികെ കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല, ഇവരേതായാലും പോയി. പക്ഷെ എന്റെ ഒരു കൊച്ചാവശ്യമുണ്ട്. എന്താ? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്റെ മക്കളിൽ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണം. യേശു ഉള്ളിൽ ഊറി ചിരിച്ചു കാണും. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ സിമ്പിൾ കേസാ, എന്റെ പിതാവിന് ഇതൊക്കെ നിസാരമായി ചെയ്യാം. പക്ഷേ നീ ഇത് ചോദിച്ചപ്പോ ഞാൻ തിരിച്ച് നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നു, എന്റെ പാനപാത്രം കുടിപ്പാൻ ഇവർക്ക് കഴിയുമോ? സ്തോത്രം. എന്റെ പാനപാത്രം കുടിപ്പാൻ കഴിയുമോ? ഹല്ലേലൂയ. വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഈ യാക്കോബും യോഹന്നാനും ചാടിക്കേറി പറഞ്ഞു, ഞങ്ങൾ കുടിച്ചോളാം. ഇവര് വിചാരിച്ച യഹൂദന്റെ തീന്മേശയിൽ ഇരിക്കുന്ന ഏതോ പാനപാത്രമായിരിക്കുമെന്ന്. കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞ പാനപാത്രത്തിന്റെ രുചി മനസ്സിലായി. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആദ്യത്തെ കൈ പിടിച്ചത് യാക്കോബിനെ വാള് കൊണ്ട് വെട്ടി. അവൻ പാനപാത്രം കുടിച്ചു. ഹല്ലേലൂയ. രണ്ടാമത് യോഹന്നാൻ കാലം മുന്നോട്ട് പോയി. സ്തോത്രം. പത്മോസിന്റെ ആമേൻ ഏകാന്തതയിൽ താൻ കിടക്കുന്നതിന് മുമ്പ് ആമേൻ തിളച്ചു പറയുന്ന എണ്ണപാത്രത്തിനകത്തിട്ട് ഡൊമീഷ്യനെ വണങ്ങണമെന്ന ആവശ്യത്തിന് മുമ്പിൽ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് ഞാൻ ആരാധിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിപ്പാൻ എനിക്കൊരുക്കമില്ലെന്ന് പറഞ്ഞ് ഡൊമീഷ്യന്റെ മുമ്പിൽ വണങ്ങാതെ മാറി നിന്നവരെ പിടിച്ച് തിളച്ചു പറയുന്ന എണ്ണപാത്രത്തിനകത്തിട്ട് വറുത്തു കോരിയപ്പോ പാനപാത്രം കുടിച്ചു. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഈ ഭക്തനെ വലിച്ചെറിഞ്ഞു കളഞ്ഞപ്പോ പാനപാത്രം കുടിച്ചു. പ്രിയരെ, കഷ്ടം അനുഭവിക്കാതെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടില്ല. ഞാൻ ഈ പകലിൽ പറയാം, പൗലോസ് പറഞ്ഞു, യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ജീവൻ എപ്പോഴും വെളിപ്പെടണോ? മരണം വഹിക്കണം.
യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് നീ എത്രമാത്രം പങ്കാളിയാകുമോ അതിനനുസരിച്ച് നിന്റെ മേൽ ഫെലിസ്ത്യ മണ്ഡലങ്ങളെ ഓടിക്കാനുള്ള, ശത്രുവിനെ തുരത്താനുള്ള ജീവൻ വെളിപ്പെട്ടു വരും. സ്തോത്രം. ഒന്ന്, യേശുവിന്റെ മരണം ശരീരത്തിൽ വഹിച്ചാൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടും. രണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യം. ആമേൻ. യേശു പറയുകയാണ്, സ്തോത്രം, ആമേൻ, അപ്പം തിന്നാൻ വന്ന പുരുഷാരം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ജീവനില്ല. കണ്ടോ? അപ്പം തിന്നാൻ വന്ന പുരുഷാരം 2-ാം ദിവസം അപ്പം കിട്ടാതെ വന്നപ്പോ ആമേൻ ആളുകളെല്ലാം യേശുവിനെ വിട്ടോടിപ്പോയി. സ്തോത്രം. ഒടുവിൽ 15,000-ൽ നിന്ന് പുരുഷാരം 12-ലേക്ക് ചുരുങ്ങി. അവരോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? അപ്പം തരാൻ ഇവിടുത്തെ ഒത്തിരി അപ്പക്കച്ചവടക്കാരുണ്ട്, പക്ഷേ നിത്യജീവൻ തരാൻ കഴിയുന്ന ഒരാളും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് യേശു ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ്, എന്റെ മാംസം തിന്നാതെയും എന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എന്താ അതിന്റെ അർത്ഥം? ഏതായി മാംസവും രക്തവും? ആമേൻ. ഇവിടെ സഭകളിൽ ഒരുക്കപ്പെടുന്ന തിരുമേശയാണ് ഈ മാംസവും രക്തവും എന്ന് പറയുന്നത്. ആമേൻ. നിരന്തരമായി കർത്താവിന്റെ മേശയിൽ നിന്നും നീ അകന്നിരിക്കുന്നെങ്കിൽ നിന്നിൽ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറന്നുപോകരുത്. ആരോടെങ്കിലും ഒക്കെയുള്ള പകയും പിണക്കവും വിദ്വേഷവും വെച്ചിട്ട് ഞാനിത് എടുക്കുന്നില്ല, എന്നെ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിരന്തരം നീ മാറിയിരുന്നാൽ നിന്നിൽ സംഭവിക്കുന്നത് അകത്ത മനുഷ്യന്റെ മരണമാണെന്ന് ഈ പകലിൽ പ്രിയരെ തിരിച്ചറിയണം. അപ്പോ അതിന്റെ മറുവശം, കർത്തൃമേശ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നിന്റെ അകത്തേക്ക് എന്തു വരുന്നുണ്ട്? യേശുവിന്റെ ജീവൻ വെളിപ്പെട്ടു വരുന്നുണ്ട്. ആമേൻ. ഈ മാംസം തിന്നുമ്പോ, ഈ ആമേൻ പാനപാത്രം കുടിക്കുമ്പോ നിന്റെ നിർജീവത്വങ്ങളെ പരിശുദ്ധാത്മാവ് എടുത്തുമാറ്റി നിന്നിലേക്ക് കൈമാറുന്ന ഒരു ജീവനുണ്ട്. അർത്ഥരഘടക ശമ്പൽ പ്രഭാന. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഫെലിസ്തീർ വരുമ്പോ തുരത്തി ഓടിക്കാൻ ഭയങ്കര താല്പര്യ, പക്ഷെ കണ്ടീഷൻ ഇതാ, മരണം വഹിക്കണം. അവന്റെ മാംസവും രക്തത്തിനും നീ പങ്കാളിയാകണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, യേശുവിന്റെ ജീവനൊക്കെ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വ്യാപരിച്ചാൽ എന്താ സംഭവം എന്ന് വല്ല പിടിയുണ്ടോ? ആമേൻ. യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ കൈമേലേക്ക് വ്യാപരിച്ചാൽ, ഈ കൈ ചെങ്കടലിന്റെ നേരെ നീട്ടിയ മുറിയാതെ ഒഴുകുന്നത് 2 കഷണങ്ങളായി മുറിഞ്ഞു മാറും. ഹല്ലേലൂയ. എന്താ തെളിവ്? തെളിവെന്താ? ആമേൻ. ഫറവോൻ സൈന്യവുമായി പിന്നിൽ, ചെങ്കടൽ മുറിയാതെ മുന്നിൽ ഒഴുകുന്നു. ഇതിന്റെ നടുവിൽ നിന്ന് മോശ ദൈവത്തോട് നിലവിളിച്ച് കരയുമ്പോ ദൈവം ഇറങ്ങി വന്നിട്ട് മോശയോട് പറഞ്ഞു, എന്തിനാ നീ കരയുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് വടിയോടുകൂടെ കൈ എവിടേക്ക് നീട്ടണം? ചെങ്കടലിന്റെ മുകളിലേക്ക് നീട്ടണം. മോശ കൈ നീട്ടി, ചെങ്കടൽ മുറിഞ്ഞു. ആമേൻ. ഇസ്രായേൽ ഒരു കാലഘട്ടം വരെ പറഞ്ഞ എന്താണെന്നറിയാമോ? ഞങ്ങളുടെ അച്ഛനാ മുറിച്ചതെന്ന്. സ്തോത്രം. ആര്? മോശ. ഞങ്ങളുടെ മോശയാ മുറിച്ചത്. ആമേൻ. മുറിച്ച് പുള്ളിയെ കുറിച്ച് പാട്ടായി. ഒടുവിൽ പുള്ളി ദൈവമായോ? ആമേൻ. 40 ദിനരാത്രങ്ങൾ പർവ്വതമുകളിലേക്ക് മോശ കയറിപ്പോയപ്പോ അഹരോന്റെ അടുക്കൽ വന്ന് ജനം ആവശ്യപ്പെടലുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ മോശയെ ഇവിടെല്ലാം അന്വേഷിച്ചു, കണ്ടില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മുമ്പിൽ നടക്കാൻ ഒരു മോശയെ വേണമെന്നല്ല,
ഒരു ദൈവത്തെ വേണമെന്ന്. എന്താ അതിന്റെ അർത്ഥം? ചെങ്കടൽ മുറിച്ച് ഞങ്ങളുടെ മുന്നിൽ നടന്ന മോശ ഇപ്പൊ ആരായി? ദൈവമായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 10 അത്ഭുതം ചെയ്താൽ ചെയ്യുന്നോ പിന്നെ ആരാകും? ദൈവവും. അങ്ങനെ ഒത്തിരി ദൈവങ്ങൾ നമുക്കിടയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം പ്രിയരെ, അത്ഭുതം ചെയ്യുന്നതും ചെങ്കടൽ മുറിക്കുന്നതും ഒന്നും നീ അല്ല. ആമേൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കരമുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഈ സ്തോത്രം, മോശയാണ് ചെങ്കടൽ മുറിച്ചതെന്ന് തലമുറകൾ കൈമാറി വന്നു. ആമേൻ. കുറെ തലമുറ കഴിഞ്ഞ് ഇപ്പോഴത്തെ കൊച്ചുങ്ങളോട് ചോദിച്ചപ്പോ അവരും പറഞ്ഞു ഞങ്ങളുടെ അപ്പച്ചൻ മോശയാ മുറിച്ചെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സഹിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് തന്റെ സിംഹാസനം വരെ വിട്ടുതരും, പക്ഷെ മഹത്വത്തെ തൊട്ടാൽ അവൻ ഇരിക്കുന്ന ഇരിപ്പിടം വരെ ഇരിക്കാൻ വിട്ടുതരും, പക്ഷേ മഹത്വം അപകരിച്ച ഹെരോദാവാണെങ്കിൽ ക്രിമിക്കിരയാക്കും, രാജാവാണെങ്കിൽ അടിച്ചു ദൂരക്കളയും. ഈ പകലിൽ തിരിച്ചറിയണം, ദൈവത്തിന്റെ മഹത്വത്തെ തൊട്ട് കളിക്കാൻ ആരും നിൽക്കരുത്. ഹല്ലേലൂയ. കാലങ്ങളായി ഇവര് പറഞ്ഞു വന്നു മോശയാ മുറിച്ചതെന്ന്. കാര്യം ദൃശ്യമണ്ഡലത്തിൽ അവർ ആരുടെ കരമാകണ്ടേ? മോശയുടെ കൈയാകണ്ടേ? ഇങ്ങനെ പാട്ടുപാടി മോശയെ ദൈവമാക്കി മോശ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ ആമോസിന്റെ മകൻ യെശയ്യാവിനെ ദൈവം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എടാ മോശയല്ല മുറിച്ചതെന്ന് ഇവരോട് പ്രവചിക്കേ. 63:12 വാക്യമെന്ന് വായിച്ചേ. തന്റെ മഹത്വമുള്ള ഭുജം, മോശയുടെ വലങ്കൈമേൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. ഓ മതി. എങ്ങനെ വെള്ളം വിഭാഗിച്ചെന്ന്? ദൃശ്യമണ്ഡലത്തിൽ ഇസ്രായേൽ കണ്ടത് ആരുടെ കരവാ? മോശയുടെ കരവാ. പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ മോശയുടെ വലങ്കൈമേൽ ചെന്ന മഹത്വമുള്ള മറ്റൊരു ഭുജമുണ്ട്. അത് ദൈവത്തിന്റെ ഭുജമാണ്. ഏതായി ഭുജം? ആമേൻ. ഏതായി ഭുജം? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ വരണ്ട തൈ പോലെയും. ആമേൻ. വാക്യം 53. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കും വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അപ്പൊ ആരായി ഭുജം? യഹോവയുടെ ഭുജം കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ചെങ്കടൽ മുറിച്ചത് ആരുടെ ജീവനാ? ചെങ്കടൽ മുറിച്ചത് ആരുടെ ജീവനാ? മോശയുടെ ജീവനല്ല. മോശയുടെ കൈമേൽ വന്ന യേശു ക്രിസ്തുവിന്റെ ജീവനാണ് ചെങ്കടൽ മുറിച്ചത്. ഈ പകരം ഞാൻ പറയാം, യേശുവിന്റെ ജീവൻ നിന്റെ മേലേക്ക് വന്നാൽ, നിന്റെ കൈമേലേക്ക് വന്നാൽ, ഈ പകലിൽ നീ ചിലതിനെ മുറിക്കും. ശാരാധന രഥല ജനധര. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ ജീവൻ നിന്റെ കൈമേൽ വന്നാൽ ചെങ്കടലിനെ നീ മുറിക്കും. യേശുവിന്റെ ജീവൻ കാലിൽ വന്നാലോ? ഹല്ലേലൂയ. ചെങ്കടൽ ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടുകൾക്ക് മുമ്പിലെ ആദ്യത്തെ പ്രതിസന്ധിയാ. പക്ഷേ കയ്യിലേക്ക് ജീവൻ വന്ന ഒരു മോശ ചെങ്കടലിനെ രണ്ടാക്കി. ഇപ്പൊ ഇസ്രായേൽ ജനം ആമേൻ കനാൻ നാടിന്റെ തൊട്ടടുത്ത് നിൽക്കുക. ഇപ്പൊ ഇവർക്ക് മുന്നിൽ ചെങ്കടലല്ല, ഇപ്പൊ ഇവർക്ക് മുമ്പിൽ മരണയോർദാനാണ്. ഹല്ലേലൂയ. ഇന്നലെ കൈമേൽ യേശുവിന്റെ ജീവൻ വന്നപ്പോ ചെങ്കടലിനെ മുറിച്ചെങ്കിൽ ഇന്ന് കാലിന്റെ മേൽ യേശുവിന്റെ ജീവൻ വന്നപ്പോ മരണയോർദാൻ മേലടുക്ക് നിന്നു. ഹല്ലേലൂയ. ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഈ പകലിൽ
ചില മരണയോർദാന്റെ ഒഴുക്കുകളെ നിന്റെ കാലിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നീ നിർത്തലക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇന്നലെ മോശയുടെ കൈമേൽ യേശുവിന്റെ ജീവൻ വന്നപ്പോ ചെങ്കടലിനെ മുറിച്ചു. ഇന്ന് യേശുവിന്റെ ജീവൻ എവിടാ വന്നത്? പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാലുകളിൽ. വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ ഈ പുരോഹിതന്മാരുടെ കാലൊന്നും വലിയ വിശേഷതയുള്ള കാലൊന്നുമല്ല. എല്ലാവരുടെയും കാല് പോലെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ പുരോഹിതന്മാരുടെ കാലുകളെ വ്യത്യാസമാക്കിയത്, വ്യത്യസ്തപ്പെടുത്തിയത് തോളിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. പിടിയിട്ടുന്നുണ്ടോ? തോളിൽ ഒരു പെട്ടക ഇരിപ്പുണ്ടെന്ന്. നിന്റെ കഴിവ് കണ്ടല്ല മുറിക്കുന്നത്, പെട്ടകത്തിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. രാംശാരധാന ധരാധിയ ജനൽക്കര അടകജന ജലഗസ്യ പ്രബോന ശർത്തജന വൽക്കര ഹുഡയമന ഘടകജന ധീര വർദ്ധജാന ശന്തര. ഹല്ലേലൂയ, ആമേൻ. പെട്ടകം എന്തിന്റെ നിഴലാ? യേശുക്രിസ്തുവിന്റെ നിഴലാണ്. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. പെട്ടകം നമ്മുടെ കർത്താവിന്റെ നിഴലാണ്. അങ്ങനെയെങ്കിൽ ഇവര് ചുമന്നത് ആരെയാ? ഇവര് ചുമന്നത് യേശുവിനെ. തോളിൽ യേശുവിന്റെ നിഴലിനെ ചുമന്ന പുരോഹിതന്മാരുടെ കാൽ മേൽവെള്ളത്തിന്റെ ഒഴുക്കിനെ നിർത്തിയെങ്കിൽ നീ ചുമക്കുന്നത് നിഴലല്ല, നീ ചുമക്കുന്നത് പൊരുള. നീ ചുമക്കുന്നത് നിഴലല്ല, നീ ചുമക്കുന്നത് യേശു എന്ന പൊരുളാണ്. ജീവൻ വ്യാപരിക്കുക, ജീവൻ വ്യാപരിക്കുക. യേശുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ. ഹന്തര മന്ദര വൈഡവന ഉടയമന ജനഗതിരി ശർത്തജാന വൈഡപ്രഭാന ശന്തര. ചിലതിനെ മുറിക്കാൻ, ചിലതിന്റെ ഒഴുക്ക് നിർത്താൻ, ചിലതിന്റെ ഒഴുക്ക് നിർത്താൻ. ഹോ, ആമേൻ. പെട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ കാൽ ഉത്ഭവസ്ഥാനത്ത് നിന്ന് കിലോമീറ്ററുകൾ മാറി തൊട്ടപ്പോ എവിടെ അടിച്ചതെന്നറിയാമോ? പ്രഭവസ്ഥാനത്ത് അടികൊണ്ടു. മേലൊഴുക്ക് നിന്നെന്ന് ചില പ്രതിസന്ധികളുടെ ഇരിപ്പിടങ്ങളിൽ, ചില പ്രശ്നങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി തൊടാൻ പോകുന്നു. ആരാധന അധര വന്ദന ഹതുരാജനാദിയ. ആത്മാവിൽ വചനത്തെ സ്വീകരിച്ചോ. ചിലതിന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുക, ചിലതിന്റെ ഒഴുക്ക്, ചിലതിന്റെ ഒഴുക്ക്, ചിലതിന്റെ ഒഴുക്ക്. ഹല്ലേലൂയ, ആമേൻ. ചവിട്ടിയെടുത്തല്ല നിന്നത്, മേലൊഴുക്ക് നിന്നെന്ന്. ഞാൻ പറയാം, ഈ പകൽ നീ ഇവിടെ ഇരുന്ന് ആരാധിച്ച് വചനത്തെ പിടിച്ചോ. ആമേൻ. ചില മേലൊഴുക്കുകൾ, ചില വേരുകൾ, ചില അടിസ്ഥാനങ്ങൾ ദൈവം ഇളക്കുന്നു. ചില അടിസ്ഥാനങ്ങളെ, ചില മേൽവെള്ളത്തിന്റെ ഒഴുക്കുകളെ ദൈവം നിർത്തൽ. ഷാധാര രഥാമന. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് വ്യക്തിപരമായ ദൂത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് പ്രവചന ശബ്ദമാണ്. വേണമെന്നവർ സ്വീകരിച്ചോ. നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില മേലൊഴുക്കുകളെ ദൈവാത്മാവ് നിർത്തും. നിന്റെ തലമുറയുമായി ബന്ധപ്പെട്ട് ചില മേലൊഴുക്കുകളെ ദൈവാത്മാവ് നിർത്തും. ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ അന്തര ജലഗട രഥവന ഉടകര ജലഗതി രഥവന ഹതുരവന കഥന ജലഗതി ശവര പ്രഭോന. ഹല്ലേലൂയ, സ്തോത്രം. എം ആർ ഐക്ക് വെളിപ്പെടാത്ത
ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ, CT സ്കാനിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ, ക്യാമറ കണ്ണുകൾക്ക് തെളിഞ്ഞു വരാത്ത ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ ഈ പകലിൽ ആത്മാവ് നിർത്തൽ ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിച്ചോ. യേശുവിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെട്ടാൽ, യേശുവിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെട്ടാൽ ഈ പകലിൽ ചിലത് പിടിച്ചു നിർത്താൻ ദൈവത്തിന്റെ ജീവൻ നിന്നിലേക്ക് വ്യാപരിക്കുന്നു. ദൈവാത്മാവ് തരുന്ന ഒരു നിയോഗം അനുസരിച്ച് ഞാൻ പറയാ, നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് ഞാൻ വരുന്നില്ല, നിങ്ങൾ കൈവെക്ക്. ഈ പകലിൽ ചില രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ, ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ വിശ്വാസമുള്ളവർ മാത്രം പരിശുദ്ധാത്മാവ് തൊടാൻ പോകുക. ചില രോഗങ്ങളുടെ മേലൊഴുക്കുകളെ ദൈവാത്മാവ് നിർത്തൽ ചെയ്യും. കാരണം യേശുവിന്റെ ജീവൻ നിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് ഈ പകലിൽ ചലിക്കുന്നു. യേശുവിന്റെ ജീവൻ നിന്റെ ലിവറിലേക്ക്, യേശുവിന്റെ ജീവൻ നിന്റെ കിഡ്നിയിലേക്ക്, യേശുവിന്റെ ജീവൻ നിന്റെ ഹൃദയത്തിലേക്ക്. അജൽ കരഗദന ജാലവന്ധര ഉടൽ പരഗടഗജന ധരാദിയ അർത്ഥജാലവന്ധര റംശാര വൈഡപ്രവാന ചുടാരി മനഗടഗചര. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ കൈമേൽ വന്നപ്പോ പുറപ്പാടിന്റെ ആദ്യത്തെ തടസ്സത്തെ മുറിച്ചു. യേശുവിന്റെ ജീവൻ കാലിൽ വന്നപ്പോ വാഗ്ദത്തത്തിന് മുന്നിലുള്ള തടസ്സത്തെ മുറിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ കൈമേലേക്ക് വന്ന് ചിലതിനെ മുറിക്കാൻ നിങ്ങൾക്ക് ദൈവാത്മാവ് കരുത്തു തരാൻ പോകുക. ഈ വചനം കേട്ടിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അടുത്ത മണിക്കൂറുകളിൽ നിന്റെ മുമ്പിൽ ചില യോർദാനുകളും ചില ചെങ്കടലുകളും വെളിപ്പെട്ടു വരും. അതിനെ നോക്കി ആത്മാവിൽ കൈനീട്ടിയിട്ട് പറ, യേശുവിന്റെ ജീവനാൽ ഞാനിതിനെ പിളർത്തും, യേശുവിന്റെ ജീവനാൽ ഞാനിതിനെ മുറിക്കും. രാധാല രാധാമാന ശർഥാല ജരാദിയ അടകല ജനകടകര ജനകർത്തര ശബദനകടകര ജാലവന്ധര. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാമൻ പകലിൽ ചില ചെങ്കടലുകളെ ദൈവാത്മാവ് മുറിക്കുന്നു. ചില യോർദാനുകളെ ദൈവാത്മാവ് അതിന്റെ ഒഴുക്കുകളെ നിർത്തൽ ചെയ്യുന്നു. ശാരാധര ഹസ്തര ശന്തര വൈഡമർത്ഥഘടക പ്രഭാന. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ കൈ വന്നപ്പോ ചെങ്കടല് മുറിഞ്ഞു. യേശുവിന്റെ ജീവൻ കാലിൽ വന്നപ്പോ യോർദാന്റെ ഒഴുക്ക് നിന്നു. യേശുവിന്റെ ജീവൻ നാവിൽ വന്നാലോ കല്ലറയ്ക്ക് പോയി നിന്ന് പറഞ്ഞാ മതി, ദ്രവിച്ച് നാമാവശേഷമായ ലാസറിങ് എഴുന്നേറ്റ് വരും. ലാസറേ പുറത്തു വരിക. അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ട യേശുവിന്റെ ഒരു ജീവനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പകലിൽ തിരിച്ചറിയണം, നിശ്ചലമായി പോയതിനെ നോക്കി യേശുവിന്റെ ജീവനാൽ കൽപ്പിക്ക് നീ തിരികെ പിടിക്കാൻ പോകുന്നു. ചലനമറ്റതിനെ നോക്കി യേശുവിന്റെ ജീവനാൽ കൽപ്പിക്ക് നീ ചിലതിനെ ഹോ രാധാര രഥാമന അടകൽ കരകതിരി ശർത്തവർത്തമാന വൈഡവന്ധവന്ധര ചൂടവന്ധവേദര രഥിമന ജനഘടക ശതലഘടകജന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാർത്ത പറഞ്ഞു, കർത്താവേ ഇങ്ങോട്ട് അടുക്കരുത്. ഹല്ലേലൂയ. നിന്റെ പേര് കളയരുത്. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയതുപോലത്തെ കേസല്ലിത്. ആമേൻ. വെള്ളത്തിന്റെ മീതെ നടന്നു പോലത്തെ സിമ്പിൾ അല്ലിത്. ഇത് മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി. ആമേൻ. യേശു അവിടെ ചെന്ന് പറഞ്ഞത്, ആമേൻ, കാലിട്ടടിച്ച് വെള്ളമൊന്നും ഉണ്ടാക്കിയില്ല.
സിമ്പിളായ 2 വാക്ക്. ലാസറേ പുറത്തു വരിക. അഴുകിയവനെ ജീവനിലേക്ക് കൊണ്ടുവന്നത് യേശുവിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ജീവന്റെ കൈമാറ്റമാണെങ്കിൽ നിശ്ചലമായി പോയതിനെ നോക്കി നീ ആത്മാവിൽ വിളിച്ചു പറ, പുറത്തു വരിക, പുറത്തു വരിക, പുറത്തു വരിക. രാധാരാമാന മരിച്ചതാകട്ടെ, നാറ്റം വച്ചതാകട്ടെ, 4 ദിവസമായതാകട്ടെ, ഈ പകലിൽ ചിലതിനെ നീ ദൈവത്തിന്റെ ജീവനോ തിരികെ പിടിക്കാൻ രാധാരാമാന ആത്മാവിൽ ആരാധിച്ചോ. ഈ പകലിൽ ചത്തുപോയ ചിലതിനെ, മരിച്ചുപോയ ചിലതിനെ, കണ്ണടഞ്ഞു പോയ ചിലതിനെ, നിശ്ചലമായി പോയ ചിലതിനെ യേശുവിന്റെ ജീവനാൽ നീ തിരികെ പിടിക്കുന്ന പകലാണിത്. ഓ ഹല്ലേലൂയ, സ്തോത്രം. എന്താ നിന്റെ മരണപ്പെട്ടത്? നിന്റെ ഭാവിയാണോ? എന്താ നിന്റെ മരണപ്പെട്ടത്? നിന്റെ ശരീരത്തിൽ ആമേൻ കയ്യേറിയിരിക്കുന്ന രോഗത്തിന്റെ പ്രശ്നമാണോ? എന്താ, ഏതു മേഖലയിലാണ് നിനക്ക് മരണം സംഭവിച്ചത്? ഈ പകലിൽ ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ കല്ലറക്കരികിൽ ചെന്ന് വിളിച്ചു പറ, പുറത്തു വാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ യേശുക്രിസ്തുവിന്റെ ജീവൻ കൈമേൽ വ്യാപരിച്ചാൽ നാം എന്തിനെ പിളർത്തും? വിശ്വാസത്തോടൊന്ന് പറ, ചെങ്കടൽ മുറിക്കും. യേശുവിന്റെ ജീവൻ കാലിൽ വ്യാപരിച്ചാൽ ഞാൻ യോർദാന്റെ ഒഴുക്കിനെ നിർത്തും. യേശുവിന്റെ ജീവൻ നാവിൽ വ്യാപരിച്ചാൽ അവൻ ഞാൻ ചില മരിച്ചതിനെ, ചലനമറ്റതിനെ യേശുവിന്റെ ജീവനാൽ തിരികെ പിടിക്കും. സ്തോത്രം. അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അബ്രഹാമിന്റെ ജീവൻ ഫെലിസ്ത്യ മണ്ഡലങ്ങളെ അകറ്റി നിർത്തിയെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ജീവൻ എത്രയധികം പൈശാചിക മണ്ഡലങ്ങളെ തുരത്തി ഓടിക്കാൻ കരുത്തുള്ളതാണെന്ന് ഈ പകലിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രിയരെ, ഈ ഫെലിസ്ത്യർ എങ്ങനെയാ തിരിച്ചറിഞ്ഞത് അബ്രഹാമിന് ജീവനുണ്ടെന്ന്? പുള്ളിയുടെ മൂക്കിൻ്റെ കൂടെ പോയി കവിച്ചു നോക്കിയോ? ഇല്ല. ഇവർ ഈ കൂടാരത്തിന്റെ ചുറ്റും ഇങ്ങനെ മണ്ണും കൈ പിടിച്ച് കറങ്ങി കിടക്കുക. എപ്പോഴാ ഇവന്റെ ജീവനൊന്ന് തീരുന്നേ? അബ്രഹാമിന് ജീവനുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ഫെലിസ്ത്യർക്ക്? ആമേൻ. കൂടാരമുറ്റത്ത് നിരന്തരം യാഗം നടക്കുന്നു. പിടിയിട്ടുന്നുണ്ടോ? ദൈവത്തിന്റെ ദൂതന്മാർ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വരുന്നു. ആമേൻ. പ്രാർത്ഥന നടക്കുന്നു, ഉപവാസം നടക്കുന്നു, ആരാധന നടക്കുന്നു, ദൈവദാസന്മാർ വരുന്നു, അന്യഭാഷ പറയുന്നു, സ്തോത്രം പറയുന്നു. ഇതൊക്കെ ശത്രുവിന് കൈമാറുന്ന ദൂത്. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല. ലാധരധനഘടകജന ശകതമന വൈശവർദ്ധന ധരാജനാദിയ ദുടകരമസപ്രവാനി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ജീവൻ എന്ത് ചെയ്യണം? ജീവൻ ഉണ്ടെന്ന് നീ വെളിപ്പെടുത്തണം. നമ്മുടെ ജീവൻ നാം പ്രദർശിപ്പിക്കണം. ചർച്ചിനകത്ത് വന്ന് ഒരു സ്തോത്രം പറയാതിരുന്ന നിന്നെ പിശാച് എഴുതി വെച്ചിരിക്കും ഇവൻ ചത്തെന്ന. ഹല്ലേലൂയ. കൈയടിച്ച് ആരാധിച്ച് വചനം സ്വീകരിക്കാതിരിക്കുമ്പോ ഫെലിസ്ത്യ മണ്ഡലങ്ങൾ പറയും അവന്റെ മൂടിക്കളയാം, അവൻ എന്ത് ചെയ്തു? മരിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു ഭാഗമുണ്ട്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ആരെങ്കിലും സ്തുതിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മൗനതയിലേക്ക് ഇറങ്ങിയിട്ടില്ല. എന്റെ സ്തുതി എന്റെ ജീവന്റെ തെളിവ, എന്റെ ആരാധന എന്റെ ജീവന്റെ തെളിവ, എന്റെ അന്യഭാഷ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധി വന്ന് ശക്തിയോടെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് ഫെലിസ്ത്യ മണ്ഡലങ്ങളോട് വിളിച്ചു പറയണം, നീ മണ്ണും പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ, എന്റെ അവകാശങ്ങളെ നീ തൊടത്തില്ല, എന്റെ അവകാശങ്ങളെ നീ തൊടത്തില്ല. നീ മണ്ണും പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ, എന്റെ അവകാശങ്ങളെ നീ തൊടില്ല. ഓ, ജീവനുള്ള ദൈവമക്കൾ, മരിച്ചു പോകാത്ത ദൈവമക്കൾ, മൗനതയിൽ
ഇറങ്ങിപ്പോകാത്ത ദൈവമക്കൾ. ഹല്ലേലൂയ. ഹോ രഥര മനഗടക ജനദിയ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് ജീവൻ വെളിപ്പെടുത്താനുള്ള ഇടം, സ്തോത്രം, കമ്മിറ്റിയിലല്ല. പിടികിട്ടുന്നുണ്ടോ? നമുക്ക് ജീവൻ വെളിപ്പെടുത്താനുള്ള ഇടം സഭാ പൊളിറ്റിക്സിലല്ല. നിന്റെ ജീവൻ ആരാധനയിൽ വെളിപ്പെടണം. നിന്റെ സ്തോത്രവും ആരാധനയും സ്തുതിയും ശത്രു സംഘങ്ങളോട് വിളിച്ചു പറയണം, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. സർദീസിലെ സഭയുടെ ദൂതൻ എന്നുമ്പോ പറയാ 3-ാം അധ്യായം വെളിപ്പാട്, നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും അതെന്തൊരു യുക്തിരാഹിത്യമായ ഒരു പ്രസ്താവനയാണ്. ജീവനുണ്ട്, പക്ഷേ മരിച്ചവനാകുന്നു. ഇത് പുറത്തുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് ദൈവസഭയ്ക്കുള്ളവർ തകത്തുള്ളവർക്കേ മനസ്സിലാകും. എന്താ ഇതിന്റെ അർത്ഥം? നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ ആരാ? മരിച്ചു. എന്താ അതിന്റെ അർത്ഥം? ആധാർ കാർഡിൽ നീ ചത്തിട്ടില്ല, റേഷൻ കാർഡിൽ നീ മരിച്ചിട്ടില്ല, പാസ്പോർട്ടിലും നിനക്ക് ജീവനുണ്ട്, പക്ഷെ ആരാധനയിൽ നീ മരിച്ചു. ഹല്ലേലൂയ. വണ്ടി ഓടിക്കാൻ നമുക്ക് ജീവനുണ്ട്, ആരാധനയിൽ വന്നപ്പോ മൗനമായി പോയതെന്താ? പ്രൈസ് ദി ലോർഡ്. അടുക്കളയിൽ ജോലി ചെയ്യാൻ നിനക്ക് ജീവനുണ്ട്, ആരാധനയിൽ വന്നപ്പോ നിന്റെ അധരം അടഞ്ഞു പോയതെന്താ? ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൈക്കും കാലിനും ബലമുണ്ട്, പക്ഷേ ഇവിടെ വന്നപ്പോ നിന്റെ കൈ കൂട്ടി കെട്ടിപ്പോയതെന്താ? ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ എങ്ങനെ വെളിപ്പെടുത്തണം? ആമേൻ. മണ്ണിട്ട് മൂടിക്കളയാൻ വരുന്ന ഫെലിസ്ത്യ സംഘങ്ങളോട് നീ ആരാധിച്ച് കാണിച്ചു കൊടുക്കണം, ഞാന് മരിച്ചിട്ടില്ല. നീ ആമേൻ ശബ്ദമുയർത്തി അന്യഭാഷ പറയുമ്പോ ശത്രുവിന് മനസ്സിലാകണം നിന്നിൽ ജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ പ്രിയരെ, ചിലതൊക്കെ നിന്നെയും നിന്റെ തലമുറകളെയും നിന്നെ ആമേൻ സ്തോത്രം ജീവിതത്തെയും ഒക്കെ മണ്ണിട്ട് മൂടിക്കളയാൻ വരുമ്പോ ആരാധിച്ചും സ്തോത്രം ചെയ്തും സ്തുതിച്ചും തിരിച്ചു മറുപടി കൊടുക്കണം, ഞാൻ മരിച്ചിട്ടില്ല. യേശുവിന്റെ ജീവൻ ചിലരുടെ മേൽ ഈ പകലിൽ വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമ്മൾ വിചാരിക്കും ഈ ആരാധനക്കകത്തൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. നമ്മൾ വിചാരിക്കുന്ന ഈ സ്തുതിക്കകത്തൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. പ്രിയരെ, ദൃശ്യമണ്ഡലത്തിൽ ഇപ്പോഴൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ നീ അറിയും യെരിഹോ താണുപോയത്. 1-ാം ദിവസം സ്തുതിച്ചറേ ഉള്ളൂ, റിസൾട്ട് ഒന്നുമില്ല. 2-ാം ദിവസം സ്തുതിച്ചറേ ഉള്ളൂ, റിസൾട്ട് ഇല്ല. 3-ാം ദിവസം സ്തുതിയേ ഉള്ളൂ, മറുപടിയില്ല. 4-ഉം 5-ഉം ദിവസം സ്തുതിയേ ഉള്ളൂ, മറുപടിയില്ല. പക്ഷെ 7-ാം ദിവസം പലിശ തീർത്ത് അവൻ തിരിച്ച് ദൈവം മറുപടി കൊടുത്തു. നീ സ്തുതിച്ചപ്പോ ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഈ പകലിൽ താഴുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയുന്നില്ല പ്രിയരെ, എരിഹോവിന്റെ അടിത്തറയ്ക്കകത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. മേൽഭാഗത്തൊന്നും കാണാനില്ലെങ്കിലും 1-ാം ദിവസത്തെ സ്തുതിയുടെ സമയത്ത് തന്നെ ഷെയ്ക്കായി തുടങ്ങിയിട്ടുണ്ട്, കുലുങ്ങി തുടങ്ങിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്നൊന്നും ദൃശ്യമണ്ഡലത്തിലില്ല, ഇന്ന് തലമുറകൾക്കകത്തൊന്നും ഒരു നന്മയും കാണാനില്ല, ഇന്ന് രോഗം ഒന്നും മാറുന്നില്ല. പക്ഷെ വിടരുത് കേട്ടോ, വിടരുത്. 7-ാം ദിവസം ഇത് അമർന്നു പോകുന്നത്, ഇത് താഴ്ന്നു പോകുന്നത്. ചില എരിഹോവിനെ
അതിന്റെ അടിത്തറകളിൽ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ചില എരിഹോവിന്റെ അടിത്തറകളെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ഒന്നാം ദിവസം ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് സ്തുതിയും സ്തോത്രവും ആരാധനയും ഒന്നും നിർത്തരുത്. ആമേൻ. നാം കാണാത്ത മേഖലകളിൽ ഇടിവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നാം കാണാത്ത മേഖലകളിൽ അടിസ്ഥാനങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. നാം കാണാത്ത മേഖലകളിൽ സൗഖ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാം കാണാത്ത മേഖലകളിൽ വിടുതലുകൾ ആരംഭിച്ചിട്ടുണ്ട്. നാം കാണാത്ത മേഖലകളിൽ ദൈവപ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. 7-ാം ദിവസം ഇത് തകരുന്നത് നീ കാണും. ഹല്ലേലൂയ. ദൈവാത്മാവിൽ ഞാൻ പറയാം, ഇന്നേക്ക് 7 ദിവസത്തിനകം ഈ വചനത്തോട് ചേർത്ത് ഞാനൊരു ദൂത് പറയാം. ചിലരോടുള്ള ബന്ധത്തിൽ ആമേൻ കുറെ കാലങ്ങളായി നിന്റെ സഞ്ചാരത്തെ തടഞ്ഞ്, നിന്റെ യാത്രകളെ തടഞ്ഞ്, നന്മകളെ തടഞ്ഞ് ഉയർന്നു നിന്ന ചില എരിഹോവിനെ അടുത്ത 7 ദിവസത്തിനകം ദൈവം പൊളിച്ചു കളയും. ഹോ റശബാനി അർത്ഥജാല ഭാരജാല ഹൂടജാല ഝാരവന്ധരാദി അർത്ഥജാല ജാല രഥഗജാന വരഗര ശിവാരവന്ധി ഹസ്തരച്ചദാനി രാധവര. ആത്മാവിൽ ആരാധിച്ചോ. ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഈ പകലിൽ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ആത്മാവിൽ ആരാധിച്ചോ. ചില എരിഹോവിന്റെ അടിസ്ഥാനങ്ങൾ ഈ പകലിൽ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത 7 ദിവസം കഴിയുമ്പോ വലിയ ചലനങ്ങൾ ഇതിനകത്ത് നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. വലിയ ചലനങ്ങൾ ഇതിനകത്ത് നടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൃശ്യമണ്ഡലത്തിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലെന്നോർത്ത്, കാണുന്ന മേഖലകളിൽ ഒന്നും ഇല്ലെന്നോർത്ത് ഭാരപ്പെടരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, 7 ദിവസത്തിനകത്ത് നിങ്ങൾ കുറിച്ചിട്ടു. ചിലരുടെ ജീവിതത്തിനകത്ത് 7 ദിവസങ്ങൾക്കകത്ത് ദീർഘമായ കൊല്ലങ്ങളായി ഉയർന്നു നിന്ന ചില മതിലുകളെ ഇതിന്റെ തുടക്കം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിലതിന്റെ അടിത്തറ ഇന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ചിലതിന്റെ കല്ലുകൾ ഇന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ചിലതിന്റെ അടിത്തറകൾ, ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഇളകി തുടങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുളുകളെയും, എല്ലാ ദുർവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ പൊളിക്കുന്നു. രഥം ഝാരം ധൂരം വേദം വൈഡം ഝാരം ഹന്തൽ ഘടകം ശമ്പല വർത്തല വന്ദല വർത്തിലി ചൂടവരച്ചല വന്ധല വർത്തല വന്ദല വേരം ശാരം ധാരം ഝാലം ധാരം ഹുഡ ധാര ഝാല ധാന ഝാല ധാല രഥ മാന ഝാല ശര ഝാല ധാര ചൂട ധാല ഝാല. യേശുവിന്റെ ജീവൻ ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ
യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചാൽ ഭയപ്പെട്ടോടി മാറുന്ന ചില ഫെലിസ്ത്യ മണ്ഡലങ്ങളുണ്ട്. പ്രിയരെ, നിങ്ങൾ അറിയാതെ എത്രയോ പ്രാവശ്യം മണ്ണിട്ട് മൂടിക്കളയാൻ ഇരുളിന്റെ അധികാരങ്ങൾ, തന്ത്രങ്ങൾ മെനഞ്ഞു. നിങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, നിങ്ങൾ അറിഞ്ഞില്ല. തലമുറകൾക്ക് മേൽ മണ്ണിടാൻ, നിങ്ങളുടെ ആയുസ്സിന്റെ മേൽ മണ്ണിടാൻ, നിങ്ങളുടെ ജീവനുമേൽ മണ്ണിട്ട് മൂടിക്കളയാൻ ഇരുളിന്റെ അധികാരങ്ങൾ ഒത്തിരി ശ്രമിച്ചതാ. പക്ഷേ അകറ്റി ഓടിച്ചത് നിന്റെ മേൽ വ്യാപരിച്ച യേശുവിന്റെ ഹോ രഥമ ധുരാധര ജനാധിയാധര ശാധരാമജാലധാരധാര ഹോരധലഗ ജനധൽഖരഗസി ഹല്ലേലൂയ അസ്തരാ ജനാധിയാര അടൽഖരഗ ജാരവന്ധര. ആമേൻ, സ്തോത്രം. അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അപ്പോ എന്തായിരുന്നു ഫെലിസ്ത്യരുടെ ആഗ്രഹം? ആഗ്രഹം എന്താ? അബ്രഹാമിന്റെ ജീവൻ എടുക്കണം. പ്രിയരെ, ഞാൻ ഈ പറയുന്നത് ശാരീരിക മരണത്തോടുള്ള ബന്ധത്തിലല്ല. നമ്മുടെ അകത്തെ മനുഷ്യന്റെ ജീവനാണ് പൈശാചിക മേഖലകളെ ഭയപ്പെടുത്തുന്നത്. നിന്റെ സമ്പത്തും നിന്റെ വണ്ടിയും നിന്റെ വീടും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബാങ്ക് ബാലൻസും ഒന്നും കണ്ടാലേ പിശാചൊന്നും ഓടത്തില്ല. നീ അകത്ത് സടകുടഞ്ഞൊന്ന് ആത്മാവിൽ എഴുന്നേക്ക്. അഴിയാത്തത് അഴിയും, ഓടാത്തത് ഓടി മാറും, പൊട്ടാത്തത് പൊട്ടി മാറും. ആശരധന ചുടികധന ജലഗസി അന്തര ജാലവന്ധര ശർധാര ധിയ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ശൗലോ മേൽക്കുമേൽ ശക്തിപ്പെട്ടു, യഹൂദന്മാരെ മിണ്ടാതെയാക്കി. ആ വാക്യം വായിച്ചിട്ടുണ്ടോ? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എവിടാ ശക്തിപ്പെട്ടത്? അകത്ത് ശക്തി പ്രാപിച്ചപ്പോ പുറത്തെ മനുഷ്യന്റെ അറ്റാക്കുകളെ അകത്തെ മനുഷ്യന്റെ ശക്തിയാൽ പൗലോസ് മിണ്ടാതെയാക്കിയെന്ന്. ശൗലോ മേൽക്കുമേൽ ശക്തിപ്പെട്ടു, യഹൂദന്മാരെ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യഹൂദന്മാരെ മിണ്ടാതെയാക്കി. അങ്ങനെയെങ്കിൽ ചിലതിനെ മിണ്ടാതെയാക്കാൻ നീ ജിമ്മിൽ പോയി മസിൽ വരിപ്പിച്ചാലൊന്നും ഇതൊന്നും പോയില്ല. ചിലതിനെ മിണ്ടാതെയാക്കാൻ അകത്ത് ശക്തി പ്രാപിക്കണം. അതുകൊണ്ട് പൗലോസ് ആവർത്തിച്ച് പറയുന്നത് ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോകും. കൈപ്പണിയല്ലാത്ത ഒരു മനുഷ്യൻ അകത്തുണ്ടെന്ന് എല്ലാം. ആമേൻ. പുതിയ നിയമം മുഴുവൻ അകത്തുള്ള മനുഷ്യനുമായി ബന്ധപ്പെട്ട. അങ്ങനെയെങ്കിൽ പ്രിയരെ, അകത്ത് ശക്തിപ്പെട്ടാൽ പുറത്തെ ചിലത് മിണ്ടാതെയാകും. പിടിയിട്ടുന്നുണ്ടോ? നീ അകത്ത് ശക്തിപ്പെട്ടാൽ പുറത്തെ ചിലത് മൗനമാകും. അങ്ങനെയെങ്കിൽ അറിയാം, അവന്റെ അന്യഭാഷയ്ക്ക് ഒരു 100 കിലോ തൂക്കം കാണും. അവന്റെ സ്തുതി കണ്ടാൽ അറിയാം, അവന്റെ ആരാധന കണ്ടാൽ അറിയാം. ഈ പകലിൽ പ്രിയരെ, യേശുവിന്റെ ജീവൻ ശത്രു സംഘങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കണം. എന്നാലേ അറിയത്തുള്ളൂ ഇവൻ മരിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവൻ ആമേൻ ചില ഫെലിസ്ത്യ മണ്ഡലങ്ങളെ തൊടുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. അബ്രഹാം മരിച്ച ശേഷം, ഈ അബ്രഹാം മരിച്ചു കഴിഞ്ഞ ഉടനെ ഫെലിസ്ത്യർ വന്നു. അവരങ്ങ് ആഘോഷമാക്കി. അവര് വന്ന് എന്ത് ചെയ്തു? വന്നിട്ട് ഈ കിണറുകൾ മുഴുവൻ മണ്ണിട്ട് മൂടിക്കളഞ്ഞിട്ട് സത്യത്തിൽ ഈ കിണറ് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ട അവകാശങ്ങളുടെ നിഴലാണ്. അങ്ങനെയെങ്കിൽ ഈ കിണർ അടുത്തത് ആർക്ക് കിട്ടണം? ഇസഹാക്കിന് കിട്ടണം. പക്ഷേ ആമേൻ, അബ്രഹാം മരിച്ച ശേഷം ഈ കിണർ മൂടിക്കളഞ്ഞിട്ടും ഇസഹാക്കിന് ഇതിനെക്കുറിച്ച് യാതൊരു നഷ്ടബോധവും വന്നില്ല. നിങ്ങൾ 25:11 വായിച്ചാൽ അറിയാം. 25:11 വായിക്കാമോ? ഉൽപ്പത്തി. അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസാക്കിനെ അനുഗ്രഹിച്ചു. കണ്ടോ? അബ്രഹാം മരിച്ച ശേഷം ദൈവം കിണർ മൂടിക്കളഞ്ഞിട്ടും ആരെ?
ഇസഹാക്കിന് എന്ത് കിട്ടിക്കൊണ്ടിരുന്നു? അനുഗ്രഹം കിട്ടിക്കൊണ്ടിരുന്നു. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ പലതും ശത്രു മണ്ണിട്ട് മൂടിക്കളഞ്ഞിട്ടും ഇന്ന് നമ്മൾ തിരിച്ചറിയാത്തതിന്റെ കാര്യം എന്താ അറിയോ? നമ്മൾ ഒരു വശത്ത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. പിശാച് നമ്മുടെ അകത്ത് വിതച്ച ഒരു തെറ്റായ ചിന്തയുണ്ട്. എന്റെ ആത്മീക മേഖലകളിൽ എന്തെങ്കിലും തകർച്ചകൾ സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്റെ ഭൗതിക മേഖലകളിൽ വെളിപ്പെടും. ഇത് പിശാച് നമ്മുടെ അകത്ത് വിതച്ച ഒരു വിത്ത. അപ്പൊ ഞാനിങ്ങനെ വണ്ടി മാറുന്നു, വീട് വേറെ മേടിക്കുന്നു, തിരുവനന്തപുരത്ത് സ്ഥലം മേടിക്കുന്നു. ഒരു വശത്ത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മറുവശത്ത് എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പിശാച് മണ്ണിട്ടാലും എന്റെ ഉപവാസത്തിനകത്ത് പിശാച് മണ്ണിട്ടാലും സാത്താൻ നമ്മളോട് പറയും, എടാ ഒരു കുഴപ്പമില്ല, കണ്ടോ നീ അനുഗ്രഹിക്കപ്പെടുന്ന കണ്ടോ, പിടികിട്ടുന്നുണ്ടോ? പ്രാർത്ഥന കുറഞ്ഞാൽ നീ വണ്ടി മേടിക്കത്തില്ല. പിശാച് കൊണ്ടുവരുന്ന ഒരു ചിന്തയാ ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് എന്തോ പറയുന്നത്, നമ്മുടെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡ ഉയർച്ചയാണെന്ന് പിശാച് അങ്ങ് പഠിപ്പിച്ചു വച്ചിരിക്കുക. പ്രിയരെ, ഞാൻ പറയാം, ആത്മീക മേഖലകളിലെ തകർച്ചകൾ നിങ്ങളുടെ ഭൗതിക മേഖലകളിലെ നന്മകളെ ഒരു വിധത്തിലും ബാധിക്കത്തില്ല. ഇല്ലെങ്കിൽ ബാധിപ്പിക്കാതെ പിശാച് നോക്കും. എന്താ കാര്യം എന്നറിയാമോ? ഭൗതിക മേഖലകളിൽ തകർച്ച വരുമ്പോഴാണ് നമ്മൾ ഒരു അവലോകനത്തിന് തയ്യാറാകുന്നത്. എന്റെ ഒരു വണ്ടി എവിടെയെങ്കിലും ഇടിച്ചാല് ആരെങ്കിലും വന്ന് പറയും, ഇന്ന പ്രാർത്ഥനാ ജീവിതത്തിന്റെ കുറവുകൊണ്ടാണ് എന്ത് പറ്റിയത്, വാഹനം ഇവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരും. വണ്ടി ഇടിക്കാതിരുന്നാലോ? ദൈവം എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് ഈ ചിന്ത നിന്റെയും എന്റെ അകത്തൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, കണ്ടോ ഒരു കുഴപ്പമില്ല, എല്ലാ മേഖലകളിലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇസഹാക്കിന് സംഭവിച്ചതാ. അബ്രഹാം മരിച്ച ശേഷം ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച് ഉയർച്ച പ്രാപിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ അവകാശങ്ങൾക്കകത്ത് മണ്ണിട്ട് മൂടിക്കളഞ്ഞതിനെ കുറിച്ച് ആർക്ക് ബോധേടല്ലായിരുന്നു? ഇസഹാക്ക് ബോധേടല്ലായിരുന്നു. കാരണം ആമേൻ, മണ്ണിട്ട് മൂടിക്കളഞ്ഞാൽ ഏതെങ്കിലും നിലകളിൽ എന്റെ ഭൗതിക മേഖലയെ അത് ബാധിക്കണം. പക്ഷെ ബാധിച്ചിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. പ്രിയരെ, നമ്മുടെ കർത്താവ് ഈ നേഴ്സറി പിള്ളേർ കൂട്ടൊന്നുമല്ല. നേഴ്സറി പിള്ളേർ എങ്ങനെയാ? കല്ല് പെൻസിൽ കൊടുത്തു, സ്നേഹമായിട്ടിരിക്കുമ്പോൾ എല്ലാം കൊടുക്കും. ലാസ്റ്റ് അടി ഉണ്ടാകുമ്പോൾ എന്റെ പെൻസിൽ താടാ, എന്റെ സ്ലേറ്റ് താടാ. ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? നിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഉള്ളപ്പോൾ നീ പ്രാർത്ഥിച്ച് നേടിയതൊന്നും ദുരാത്മാവ് കയറിയാലും ദൈവം തിരിച്ചെടുക്കത്തില്ല. ഞാനിത് തെളിവ് സഹിതം പറയാം. ശൗലിനെ ദൈവം അനുഗ്രഹിച്ചു. കീശിന്റെ ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ വീട്ടിലെ ധനികനാണെങ്കിലും ഒരു മനുഷ്യന്റെ വീട്ടിലെ വാസമാണ്. ഒരു വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്നൊരു ദിവസം പുള്ളിയെ ദൈവം പിടിച്ചെന്ത് ചെയ്തു? രാജാവാക്കി. ഇപ്പം വീട്ടിലാണോ താമസിക്കുന്നേ? അല്ല, കൊട്ടാരത്തില്. ഇപ്പൊ വീട്ടിലെ ആഹാരമാണോ കഴിക്കുന്നേ? അല്ല, കൊട്ടാരത്തിലെ മൃഷ്ടാന്ന ഭോജനം. ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലൈഫ് തിരിഞ്ഞു. ഹല്ലേലൂയ. കൊട്ടാരം, പരിചാരകര്, ദാസീദാസന്മാര്, സൈന്യം, തേരാളികൾ, മൃഷ്ടാന്ന ഭോജനം, ഇതെല്ലാം ദൈവം ആർക്ക് കൊടുത്തു? ശൗലിന് കൊടുത്തു. നിങ്ങൾ ഇനി ഈ ദുരാത്മാവ് കയറിയതിന് ശേഷമുള്ള ശൗലിനെ നോക്കേ, ഇതൊന്നും ദൈവം തിരിച്ചെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരിക്കുന്നത് വരെ ശൗൽ എവിടാ പാർത്തത്? കൊട്ടാരത്തിനകത്താ. പിടികിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് ഇറങ്ങിപ്പോയാലും ഇന്നലകളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച് നേടിയതിനെ ഒന്നും ദൈവം തിരിച്ചെടുക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയരെ, മണ്ണിട്ട് മൂടിക്കളഞ്ഞത് നാം അറിയാതിരിക്കുന്നത് എന്താ? ഭൗതിക മേഖലകളിൽ എന്നെ അത് ബാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇസഹാക്കിന് ഒരു ദിവസം മനസ്സിലായി, എന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരേണ്ട അവകാശങ്ങളെ ശത്രു മണ്ണിട്ട് മൂടി. എപ്പോഴാ മനസ്സിലായതെന്ന് അറിയാമോ? ഉൽപ്പത്തി 26-ന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 26-ന്റെ 2. യഹോവ അവന് പ്രത്യക്ഷനായി. കണ്ടോ? യഹോവ അവന് പ്രത്യക്ഷനായി. മതി. ഇതുവരെ മുഴുവൻ പ്രത്യക്ഷതകളും ആരോടായിരുന്നു? അപ്പനായ അബ്രഹാമിനോടാ. ആദ്യമായി ഒരു ഡിവൈൻ അപ്പിയറൻസ്, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ, ഒരു ഡിവൈൻ എൻകൗണ്ടർ ഇസഹാക്കിന് ഉണ്ടാകുന്നത് ഈ 2-ാം വാക്യത്തിലാണ്. ഈ പ്രത്യക്ഷത ഉണ്ടായി കഴിഞ്ഞപ്പോ ഇസഹാക്ക് പറയുകയാണ്, എന്റെ അപ്പന്റെ അവകാശങ്ങളെ മണ്ണിട്ടു മൂടിക്കളഞ്ഞത് ഞാൻ തിരികെ പിടിക്കും. അങ്ങനെയെങ്കിൽ പ്രിയരെ,
ആമേൻ, നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഒരു ദൈവിക പ്രത്യക്ഷതകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് നഷ്ടങ്ങളെ കുറിച്ചുള്ള ബോധ്യം കൊണ്ടുവരുന്നത്. ഈ മനുഷ്യൻ ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി കഴിഞ്ഞപ്പോ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ആമേൻ ദൈവത്തിന്റെ സഹായത്തോടെ ഈ കിണറുകളെ മുഴുവൻ തിരികെ പിടിച്ചു. നമ്മൾ വായിച്ച കുറിവാക്യം 26:22. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഒരു ഇടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. എന്ത് ചെയ്തു? ഇസഹാക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ പിടിച്ചിട്ട് ഇസഹാക്ക് ഒരു പേരിട്ടു, രഹബോത്ത്. ദൈവം എനിക്ക് ഒരു ഇടമുണ്ടാക്കി. നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ ഇടമില്ലാത്തവന് ഇടമൊരുക്കുന്ന ദൈവമാണ്. എത്ര പേര് ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, ദൈവം ചില രഹബോത്തുകളെ നമുക്കായി ഒരുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ആമേൻ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചോ. അവൻ ചില ഇടങ്ങൾ നമുക്കൊരുക്കാൻ പോകുന്നു. ആമേൻ, നഷ്ടപ്പെട്ടു പോയതിനെ നീ തിരികെ പിടിക്കാൻ പോകുന്നു. മണ്ണിട്ട് മൂടിക്കളഞ്ഞതിനെ നീ തിരികെ പിടിക്കാൻ പോകുന്നു. മൂടപ്പെട്ട അവകാശങ്ങളെ നീ തിരികെ പിടിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യഹോവ നമുക്ക് ഒരിടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. പ്രിയരെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് ഇടമൊരുക്കുന്നവനാണ്. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. നമ്മുടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഇടമൊരുക്കും. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ ആമേൻ ജീവിതത്തിന്റെ ആമേൻ അനുഭവങ്ങൾക്ക് വേണ്ടിയൊക്കെ ദൈവം ഇടമൊരുക്കുന്നവനാണ്. ചില രഹബോത്തുകൾ നീ കാണാൻ പോകുന്നു. ആമേൻ. ചില രഹബോത്തുകൾ നിന്റെ തലമുറകൾ കാണാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ ഇടങ്ങളും ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണെങ്കിൽ കൂടെ നമ്മുടെ കണ്ണടയുന്നതോടെ അല്ലെങ്കിൽ യേശുവിന്റെ മടങ്ങി വരവോടുകൂടെ ഇവിടെ രഹബോത്തിന് തിരശീല വീഴും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, മറ്റൊരിടം, ഒരു ഭാവിയിലെ രഹബോത്ത് നമുക്കായി ഒരുക്കപ്പെടുന്നുണ്ട്. എവിടെയാ? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം എന്ന് വായിക്കാമോ? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്ന നമ്മുടെ മലയാളം ബൈബിളിൽ അതിന്റെ ശരിയായ ആമേൻ പരിഭാഷ ഞാൻ നിങ്ങൾക്ക് ഇടമൊരുക്കാൻ പോകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, ഇടമില്ലാതെ മാളിക മുറിക്കകത്ത് സ്വന്തം തോളിലേക്ക് തലചായ്ച്ചിരിക്കുന്ന 12 ശിഷ്യന്മാർ, ഒന്നുമില്ല, പടവില്ല, വലയില്ല, ജീവിതമാർഗമില്ല, എല്ലാം വിട്ടേച്ച് യേശുവിന്റെ കൂടെ ഇറങ്ങി. ഒന്നുമില്ല, ഇടമില്ലാതിരിക്കുന്ന ശിഷ്യരെ നോക്കി യേശു പറഞ്ഞു, ഇവിടെ ഒരിടം നിങ്ങൾക്കില്ലെന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു രഹബോത്ത് ഒരുക്കാൻ പോകുന്നു. എവിടെയാ ആ രഹബോത്ത്? ആ രഹബോത്ത് ഒരുങ്ങുന്നത് എന്റെ പിതാവിന്റെ അടുക്കൽ. ഹല്ലേലൂയ. വെളിപ്പാടിൽ ആമേൻ യോഹന്നാൻ പറയുന്നു, ഭർത്താവിനായി അലങ്കരിച്ച ഒരു നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. ഇതാ ദൈവത്തോടുകൂടെ, ആ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖമിനിയില്ല, മരണമിനിയില്ല, വേദന ഇനിയില്ല. നമുക്കൊരു രഹബോത്ത് വരുന്നുണ്ട്. പ്രിയരെ, ഒരു ശത്രുവിനും അപഹരിക്കാൻ കഴിയാത്ത, ഒരു പിശാചിനും അപഹരിക്കാൻ കഴിയാത്ത, ഒരു കള്ളനും അപഹരിക്കാൻ കഴിയാത്ത ഒരു രഹബോത്ത്. ഹല്ലേലൂയ. ശാരാധനാദിഹ അടകജനവർദ്ധന പ്രവാന. ഹല്ലേലൂയ. കർത്താവ് നമുക്കൊരു രഹബോത്തിനെ ഒരുക്കുന്നു. എന്റെ പിതാവിന്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയരെ,
ഇവിടെ നമുക്കവൻ ഇടമൊരുക്കും. ഇവിടെ ഭൗതിക മേഖലയിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ നൽകിത്തരും. പക്ഷേ ഈ രഹബോത്തെല്ലാം ഇവിടെ തീരുന്നതാണ്. ഇവിടെ ഒരുങ്ങുന്ന ഇടങ്ങളെല്ലാം ഇവിടെ കെട്ടടങ്ങുന്നതാണ്. പക്ഷേ കള്ളൻ മോഷ്ടിക്കാൻ കഴിയാത്ത, പുഴുവും തുരുമ്പും കെടുക്കാത്ത, ഒരാൾക്കും അപഹരിക്കാൻ കഴിയാത്ത ഒരിടം, ഒരു രഹബോ നമുക്കൊരുങ്ങി വരുന്നുണ്ട്. അത് ഇവിടെയല്ല. ഞാൻ നിങ്ങൾക്ക് ഇടമൊരുക്കാൻ പോകുന്നു. എന്റെ പിതാവിന്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയരെ, അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഒരു കാലം വരെ ഫെലിസ്ത്യരെ അകറ്റി നിർത്തിയത് അബ്രഹാമിന്റെ ജീവനായിരുന്നെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്നത് ആരുടെ ജീവനാ? മക്പേലയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന 175 വയസ്സ് വരെ ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ ജീവനല്ല നമ്മിൽ വ്യാപരിക്കുന്നത്. അരിമത്യക്കാരന്റെ കല്ലറകളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവൻ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ നിന്റെ കൈമേൽ വന്നാൽ നീ ചെങ്കടലിനെ മുറിക്കും. യേശുവിന്റെ ജീവൻ നിന്റെ കാൽമേൽ വന്നാൽ യോർദാന്റെ മേൽവെള്ളത്തിന്റെ ഒഴുക്കിനെ നീ നിർത്തും. യേശുവിന്റെ ജീവൻ നിന്റെ നാവിൽ വന്നാൽ മരണപ്പെട്ടു പോയതിനെ നീ തിരികെ പിടിക്കും. യേശുവിന്റെ ജീവൻ നിന്റെ മേൽ വ്യാപരിച്ചാൽ, ആമേൻ, സ്തോത്രം, അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരായ നാം അവന്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. യേശുവിന്റെ ജീവൻ ഈ ഭൂമിയിലെ വിടുതലയിൽ കൊണ്ടുവരാൻ എനിക്ക് നിങ്ങൾക്കും ശക്തി പകർന്നെങ്കിൽ അതേ ജീവനാൽ നാം ഇവിടെ നിന്ന് ഇവിടെ കയറി വരിക എന്ന ദൈവ ശബ്ദത്തിന് മുമ്പിൽ നമുക്ക് വേണ്ടി ഭാവിയിൽ ഒരുങ്ങി വരുന്ന രഹബോത്തിലേക്ക്, സ്തോത്രം, ദൈവം നമുക്കൊരിടമൊരുക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ തിരുവചനത്താൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ തലകളെ വീണ്ടും വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ ദാസനിലൂടെ എല്ലാ ആത്മീയ വചനങ്ങൾക്കായും കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മിൽ കർത്താവിന്റെ ജീവൻ വ്യാപരിക്കണം. അബ്രഹാമിൽ കർത്താവിന്റെ ജീവൻ ഉള്ളിടത്തോളം ഫെലിസ്ത്യ ശക്തികൾക്ക് അവരെ തൊടുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അബ്രഹാമിന്റെ മരണശേഷം ഹല്ലേലൂയ അവർ കുടിച്ചതായ കിണറിൽ ശത്രു ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവൻ വ്യാപരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹീത വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ജീവൻ വ്യാപരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവൻ വ്യാപരിക്കണമെങ്കിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ ശരീര അപവീഞ്ഞുകൾ അഥവാ ആ കൂട്ടായ്മയിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ കാലുകളിലൂടെ, ഹല്ലേലൂയ, നമ്മുടെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ജീവൻ ഈ ദിവസങ്ങളിൽ വ്യാപരിപ്പാൻ ഒരു നിമിഷം കർത്താവേ അവിടുത്തെ ജീവൻ അധികമായി ഞങ്ങളിൽ പകരണമേ എന്ന്, സജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് കർത്താവ് നമ്മുടെ മധ്യയിൽ വന്നത്. അങ്ങനെയെങ്കിൽ മോശയുടെ കരത്തിലൂടെ വ്യാപരിച്ച അതേ ജീവന്റെ ശക്തി മാത്രമല്ല, പുരോഹിതന്മാരുടെ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ കാലുകളിലൂടെ സ്തോത്രം വ്യാപരിച്ച അതേ ശക്തി, ഹല്ലേലൂയ, യേശുവിന്റെ അധരങ്ങളിലൂടെ ഹല്ലേലൂയ വ്യാപരിച്ച അതേ ശക്തി നമ്മിലൂടെയും വ്യാപരിപ്പാൻ, ഹല്ലേലൂയ, കേട്ട വചനത്തിന് മുൻപിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് കരങ്ങളിൽ എടുപ്പാനിടയായല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കേട്ട വചനം അധികമായി നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവനുള്ളവരായി, ശക്തിയുള്ളവരായി, ദൈവകൃപയിൽ നിൽക്കുന്നവരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ഫെർഡിനാൻഡ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്, സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രവാസ പ്രാർത്ഥനയുടെ രണ്ടാം പകൽക്കാലത്തേക്ക് കടന്നു വരുവാൻ സഭയായി ഞങ്ങളെ അവിടെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ആദ്യ ദിനം മുതൽ ഞങ്ങളോട് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. സ്തോത്രം കർത്താവേ. ഇന്ന് പകൽക്കാലവും കേൾപ്പിച്ച ജീവനുള്ള
അവിടുത്തെ ശബ്ദത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ ജീവൻ ഹല്ലേലൂയ ശക്തിപ്പെടുവാൻ സ്തോത്രം കർത്താവേ, സ്തോത്രം. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് അവിടെ നിന്ന് ഇടപെട്ടല്ലോ. അവിടെ ദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച ഹല്ലേലൂയ അവിടുത്തെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഉള്ളിൽ ജീവനുള്ളവരായി സ്തോത്രം ഹല്ലേലൂയ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ചുകൊണ്ട് വിവാസത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ചില വിടുതലുകൾ സ്തോത്രം വിവാസത്തിലൂടെ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ദാസനിലൂടെ ഹല്ലേലൂയ ഞങ്ങളോട് ഇടപെട്ടല്ലോ. സ്തോത്രം അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ശക്തിപ്പെടുവാൻ ഹല്ലേലൂയ അകത്തെ മനുഷ്യൻ ഹല്ലേലൂയ ശക്തിപ്പെടുവാൻ അവിടെ നിന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചില വിഷയങ്ങളോട് ഭാരത്തോടെ കടന്നു വന്നതിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഇടപെട്ടല്ലോ. സ്തോത്രം ഹല്ലേലൂയ ബലത്തോടെ പോകുവാൻ ഹല്ലേലൂയ സ്തോത്രം അവിടെ നിന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ കടന്നു വന്നതുപോലെയല്ല അവസ്ഥയിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് കടന്നു പോകുവാൻ ഞങ്ങളെവിടെ സഹായിക്കണമേ. ഇവിടെ നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. TM ഗൗശി പാസ്റ്ററേയും കുടുംബത്തിനായി, ജോബിൻ പാസ്റ്ററേയും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം സംസാരിച്ച ഷൈജു ദാനിയൽ എന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. സ്തോത്രം കർത്താവേ, സ്തോത്രം. രാത്രികാലവും അവിടെ നിന്ന് ഇടപെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അവിടുത്തെ കരുത്തിലേക്ക് എല്ലാ വിഷയങ്ങളെയും താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് തന്നെ ഹല്ലേലൂയ യോഗം ആരംഭിക്കും. എല്ലാവരും ഹല്ലേലൂയ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.